നമ്മുടെ ഡെഫിനിഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നോക്കുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സിനെ രണ്ട് രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന രീതിയിലും സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന രീതിയിലും. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്നതിൻ്റെ വിശദമായിട്ടുള്ളൊരു ഡെഫിനിഷൻ നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എഗ്രഗേറ്റ്സ് ഓഫ് ഫാക്ട്സ് affected to a marked extent by multiplicity of causes, numerically expressed, enumerated or estimated according to reasonable standards of accuracy, collected in a systematic manner for a predetermined purpose and placed in relation to each other. അപ്പം ഈ ഡെഫിനേഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിലുള്ള ഇൻഫോർമേഷനാണ്, ആൻഡ് ദാറ്റ് ഈസ് കളക്റ്റഡ് ഫോർ എ പ്രീ ഡിറ്റർമിൻഡ് പർപ്പസ് ഓർ സ്റ്റഡി. ഇനി അടുത്ത ഡെഫിനിഷൻ നോക്കാം. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സയൻസ് വിച്ച് ഡീൽസ് വിത്ത് ദ കളക്ഷൻ, പ്രസൻറ്റേഷൻ, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ന്യൂമറിക്കൽ ഡാറ്റ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ്. ഓരോ ടൈപ്സും ബേസ്ഡ് ഓൺ കളക്ഷൻ എന്താണെന്നും ബേസ്ഡ് ഓൺ മെഷർമെൻറ്റ് എന്താണെന്നും ബേസ്ഡ് ഓൺ ഓർഗനൈസേഷൻ എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡാറ്റ ബേസ്ഡ് ഓൺ ദ സോഴ്സ് ഓഫ് കളക്ഷൻ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റേനെ നമ്മൾ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രൈമറി ഡാറ്റ എന്നും സെക്കൻഡറി ഡാറ്റ എന്നും. അതിൽ ഇതെല്ലാം നമ്മൾ ചെയ്തിരിക്കുന്നത് സോഴ്സസ് ഓഫ് ദി കളക്ഷൻ, എവിടെ നിന്നാണോ ഡാറ്റ കളക്ട് ചെയ്തത് അതിൻ്റെ സോഴ്സിൻ്റെ ബേസിസിലാണ് അതിനെ പ്രൈമറി എന്നും സെക്കൻഡറി എന്നും നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്താ നോക്കാം. പ്രൈമറി ഡാറ്റ ആർ ദോസ് കളക്റ്റഡ് ബൈ ദ ഇൻവെസ്റ്റിഗേറ്റർ ഹിംസെൽഫ് ഫോർ ദ ഫസ്റ്റ് ടൈം ഫോർ എ സ്പെസിഫിക് പർപ്പസ് ആൻഡ് ഹെൻസ് ദേ ആർ ഒറിജിനൽ ഇൻ ക്യാരക്ടർ. ഇറ്റ് ഈസ് എ ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ തന്നെ കളക്ട് ചെയ്തെടുക്കുന്ന ഡാറ്റ അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. സോ ഇറ്റ് ഈസ് ഫസ്റ്റ് ഹാൻഡ് ഡാറ്റ. Secondary data are the data collected by someone else for his purpose and is utilized by the investigator for a study. Secondary data can be collected from published or unpublished sources. Journals എന്നോ റിസർച്ച് സ്കോളേഴ്സിൻ്റെ റിപ്പോർട്ട്സ് എന്നോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സെക്കൻഡറി ഡാറ്റ കളക്ട് ചെയ്തിട്ട് എടുക്കാം. Methods of collecting primary data. Some of the methods for collecting primary data are direct personal investigation. ഡയറക്റ്റായി ചെന്നിട്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു. ഇൻഡയറക്റ്റ് ഓറൽ ഇൻവെസ്റ്റിഗേഷൻ, ഡയറക്റ്റായിട്ട് റെസ്പോണ്ടൻസിൻ്റെ അടുത്ത് നിന്നല്ലാതെ അവരെ അറിയുന്ന മറ്റുള്ള ആളുകളുടെ അടുത്ത് നിന്ന്, വിറ്റ്നസസിൻ്റെ അടുത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. ടെലിഫോൺ ഇൻ്റർവ്യൂയിങ്, ലോക്കൽ കറസ്പോണ്ടൻസ്, ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ ആ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ അടുത്ത് നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. യൂസിങ് ക്വസ്റ്റ്യനെയേഴ്സ് ആൻഡ് ഷെഡ്യൂൾസ്. Questionnaire and schedule എന്താ നമുക്ക് നോക്കാം. A questionnaire is a set of printed or written questions with a choice of answers which are designed for the purpose of a statistical survey. A schedule is also a set of printed or written questions to be asked to the informants, but it is filled by the enumerator. ഇനി നോക്കുന്നത് ടൈപ്സ് ഓഫ് ഡാറ്റ ബേസ്ഡ് ഓൺ മെഷർമെൻറ്റ്സ്. അപ്പം on the basis of measurement, statistical data is classified into quantitative data and qualitative data. ക്വാണ്ടിറ്റേറ്റീവ് എന്നും ക്വാളിറ്റേറ്റീവ് എന്നും രണ്ടെണ്ണമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റേനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റേനെ ഇറ്റ്സ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് ഡാറ്റ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ ഇസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു നോമിനൽ ആൻഡ് ഓർഡിനൽ ഡാറ്റ. Quantitative data. Quantitative data provides information about quantities. It is the data that can be directly measured and can be written down in numbers. Quantitative data can be further classified as discrete or continuous data. Discrete data can take only particular values such as integer values, number of students studying in a class, number of marbles in a jar, etc. അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. Continuous data is the data that can take any values within a range. Example, heights of students, lifetime of electric bulbs, etc. Qualitative data or categorical data. Qualitative data is an information about qualities. This data cannot be measured directly. Qualitative data can be further classified into nominal or ordinal data. Nominal data is the type of data that is used to name or label variables without providing any quantitative values. Example, names of people, gender, nationality, etc. Ordinal data is the data which is placed in some kind of order or scale. Example, rating happiness in a scale of 1 to 10, position in a running race, first, second, third, etc.
ഇനി നമുക്ക് വേറൊരു തരത്തിലുള്ള ഡാറ്റ നോക്കാം. ഇറ്റ്സ് കോൾഡ് ടൈം സീരീസ് ഡാറ്റ. Time series data is the data that is arranged in chronological order, that is the order of time. Example, population of a country in different years, hourly temperature in a city, monthly rainfall in a area, etc. അടുത്തത് ടൈപ്സ് ഓഫ് ഡാറ്റ തന്നെ നമ്മൾ നോക്കുന്നു. ബേസ്ഡ് ഓൺ ഓർഗനൈസേഷൻ ഓർ അറേഞ്ച്മെൻറ്റ്. അറേഞ്ച്മെൻറ്റിൻ്റെ ബേസിസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റേനെ നമ്മൾ എങ്ങനെയൊക്കെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. ഇറ്റ്സ് റോ ഡാറ്റ, discrete series or discrete frequency distribution എന്ന് പറയും, ആൻഡ് കണ്ടിന്യൂസ് സീരീസ് ഓർ കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇതിനെ അൺഗ്രൂപ്ഡ് ഡാറ്റ എന്നും ഇതിനെ ഗ്രൂപ്ഡ് ഡാറ്റ എന്നും കൂടി നമ്മൾ പറയും. റോ ഡാറ്റ or individual series, unarranged statistical data is called raw data. Discrete frequency distribution or discrete series. In a discrete frequency distribution, exact measurements of various items are shown. Frequency relating to such measurements are shown against them. ഒരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അവിടെ നമ്മൾ ഡാറ്റാ വാല്യൂസിനെ നമ്മൾ എക്സ് വാല്യൂസ് ആയിട്ട് കാണിക്കും. ആൻഡ് അവരൊക്കെ ഓരോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അവർ ഓരോ പ്രാവശ്യം എഴുതുകയും എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നു എന്ന് ഫ്രീക്വൻസി ആയിട്ട് എഴുതുകയും ചെയ്യും. അപ്പോൾ 10 എഴുതി അതിൻ്റെ ഫ്രീക്വൻസി 2 എന്ന് എഴുതി കാണിച്ചാൽ ഡാറ്റയിൽ 10 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അവരിപ്പോൾ 12 എന്നുള്ളൊരു വാല്യൂ എഴുതി ഫ്രീക്വൻസി 3 എഴുതുന്നു. ഇങ്ങനെ ഡാറ്റേനെ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയാണ്, ഇങ്ങനെ എഴുതുന്ന രീതിയാണ് നമ്മൾ പറയുന്നത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. Next is continuous frequency distribution. In continuous frequency distribution, the measurements or data are expressed in form of classes and the corresponding frequencies are also shown against the classes. അപ്പോൾ ക്ലാസ്സസും ഫ്രീക്വൻസി ആയിട്ടാണ് ഇവിടെ നമ്മൾ ഡാറ്റേനെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക. ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ 0 to 10, 10 to 20 അങ്ങനെ ക്ലാസ്സസും ഓരോന്നിൻ്റെയും ഫ്രീക്വൻസീസും കൊടുക്കുകയാണെങ്കിൽ ദിസ് ഇസ് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഇനി അടുത്തതായിട്ട് നോക്കുന്നത് ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രംസ് ആണ്. ഗ്രാഫ്സ് ആൻഡ് ഡയഗ്രംസ് ആർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് യൂസ് ടു പ്രസൻറ്റ് ദ കോംപ്ലക്സ് ഡാറ്റ ഇൻ എ മാനർ ബൈ വിച്ച് ഇറ്റ് ക്യാൻ ബി റെഡിലി അണ്ടർസ്റ്റുഡ്. ആദ്യം നമ്മൾ ഡയഗ്രംസ് ആണ് നോക്കുന്നത്. ഡയഗ്രംസ് ആർ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. അപ്പോൾ പിക്ടോറിയലായിട്ട് ഡാറ്റേനെ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റേനെ പ്രസൻറ്റ് ചെയ്യുകയാണ് ഡയഗ്രത്തിൽ ചെയ്യുന്നത്. ഡയഗ്രംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് 1 dimensional diagrams, 2 dimensional diagrams and cartograms and pictograms. 1 dimensional ഉണ്ട്, 2 dimensional ഉണ്ട് and cartograms and pictograms ഉണ്ട്. 1 dimensional diagrams are line diagrams and bar diagrams. 2 dimensional diagrams are pie diagrams. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാർ ഡയഗ്രംസ് എന്ന് നോക്കാം. ഇപ്പോൾ ബാർ ഡയഗ്രംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡാറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബാറുകൾ വെച്ചിട്ടാണ്, ഈക്വൽ വിഡ്ത്തുള്ള ബാറുകൾ വെച്ചിട്ടാണ് ഡാറ്റ വാല്യൂസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഓരോ ഡാറ്റയുടെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചിട്ട് ബാറുകളുടെ ലെങ്ത് വ്യത്യസ്തമായിരിക്കും. ദെൻ സിമ്പിൾ ബാർ ഡയഗ്രാം ഉണ്ട്, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഉണ്ട്. അതായത് ഓരോ വാല്യൂവിൻ്റെ മുകളിലും ഓരോ എക്സ് ആക്സിസിൽ നമ്മൾ മാർക്ക് ചെയ്ത കൺട്രീസിൻ്റെ നെയിമായിരിക്കാം, ഫാക്ടറീസിൻ്റെ നെയിമായിരിക്കാം, അതിൻ്റെ മുകളിൽ നമ്മൾ സെയിൽസ് ആയിട്ടോ പോപ്പുലേഷനായിട്ടോ ഓരോ ബാറുകൾ വയ്ക്കും. അപ്പം മൾട്ടിപ്പിൾ ബാർ ഡയഗ്രത്തിൽ ഓരോ ഇതിന് മുകളിൽ 2 ബാറുകളുണ്ട്. ഓരോ ഇയറിലും 2 കമ്പനിയുടെ സെയിൽസ് അങ്ങനെ ചെയ്യുന്നതാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. ദെൻ വി ഹാവ് സബ് ഡിവൈഡഡ് ബാർ ഡയഗ്രാം. അതായത് ഡാറ്റേനെ, ടോട്ടൽ ഡാറ്റേനെ ഒരു ബാർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുകയും അതിലത്തെ ഓരോ ഡിവിഷനുകളെ ഈ ബാറിനെ സബ് ഡിവൈഡ് ചെയ്തിട്ട് വരയ്ക്കുകയും ചെയ്യും. Then percentage bar diagrams. Percentage bar diagrams are also subdivided bar diagrams, but data is presented in a percentage manner. പെർസെൻറ്റേജിൻ്റെ മാനറിൽ നമ്മൾ ഡാറ്റേനെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പൈ ഡയഗ്രംസ് ഓർ ഏരിയ ഡയഗ്രംസ്. അപ്പോൾ ഇതുവരെയുള്ള 1 dimensional ഡയഗ്രത്തിൽ ബാറിൻ്റെയോ ലൈനിൻ്റെയോ ലെങ്ത്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഡാറ്റേനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇൻ 2 dimensional ഡയഗ്രാം ആയിട്ടുള്ള പൈ ഡയഗ്രത്തിൽ ഓരോ സെക്ടറുകളുടെ ഏരിയ വെച്ചിട്ടാണ് ഡാറ്റ വാല്യൂസിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. അടുത്തത് ഗ്രാഫ്സ്. Graphs are statistical devices which can be used for representing frequency distributions. Frequency distribution ആണ് നമ്മൾ ഗ്രാഫ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, or relation between 2 variables. The most commonly used graphs of frequency distribution are histograms, frequency polygons, frequency curves and cumulative frequency curves or ogives. അവിടെ ഹിസ്റ്റോഗ്രാം എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോഗ്രാമിൽ നമ്മൾ എക്സ് ആക്സിസിൽ ക്ലാസ് ലിമിറ്റുകളും വൈ ആക്സിസിൽ ഫ്രീക്വൻസിയും വരയ്ക്കുന്നു. എന്നിട്ട് ഓരോ ക്ലാസ്സിൻ്റെ മുകളിലും നമ്മൾ ഫ്രീക്വൻസി ലെങ്ത്തുള്ള ബാറുകളെ
നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഫ്രീക്വൻസി പോളിഗൺ നമുക്കൊരു ഹിസ്റ്റോഗ്രാം വരച്ച് അതിനെ മിഡ് പോയിന്റുകളെ ടോപ്പ് മിഡ് പോയിന്റുകളെ യോജിപ്പിച്ച് സ്ട്രേറ്റ് ലൈൻ കൊണ്ട് യോജിപ്പിച്ച് കിട്ടുന്ന ഒരു ഫിഗറാണ് ഫ്രീക്വൻസി പോളിഗൺ. ആ പോയിന്റുകളെ സ്മൂത്ത് കേവ് കൊണ്ട് യോജിപ്പിച്ച് കിട്ടുന്ന ഗ്രാഫാണ് ഫ്രീക്വൻസി കേവ് എന്ന് പറയുന്നത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കേവ്സ് ഓർ ഒജീവ്സ് എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസികൾ വെച്ച് വരയ്ക്കുന്ന ഗ്രാഫുകളാണ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസികളെ സ്റ്റെപ്പായിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ 2 തരത്തിലുള്ള ഒജീവ് ഉണ്ട്, ലെസ് ദാൻ ഒജീവ് ആൻഡ് മോർ ദാൻ ഒജീവ്. ഇനി നമുക്ക് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഓർ ആവറേജസ് അവരുടെ സമ്മറി നോക്കാം. A measure of central tendency or an average is a single representative value which represents the whole set of data. അപ്പോൾ ഒരു വാല്യൂ വെച്ചിട്ട് നമ്മളെ കയ്യിലുള്ള വലിയൊരു ഡാറ്റയെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ് ആവറേജസ് ചെയ്യുന്നത്. അപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആവറേജസ് ആർ എർത്തമാറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ, മീഡിയൻ ആൻഡ് മൂഡ്. അപ്പോൾ ഇവർ ഓരോരുത്തരുടെയും ഫോർമുല നമ്മൾ 3 ടൈപ്സ് ഓഫ് ഡാറ്റയിൽ നോക്കാം. ഇൻ റോ ഡാറ്റ എർത്തമാറ്റിക് മീൻ എക്സ് ബാർ ഇസ് സമ്മേഷൻ എക്സ് ബൈ എൻ അല്ലെങ്കിൽ സമ്മേഷൻ എക്സ് ഐ ബൈ എൻ. ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സമ്മേഷൻ എഫ് ഐ എക്സ് ഐ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എൻ. And in continuous series also x bar is equal to summation fi xi by capital N. ഇവിടെ xi കൾ എന്ന് പറഞ്ഞാൽ മിഡ് വാല്യൂസ് ഓഫ് ദ ക്ലാസ്സസ് ആയിരിക്കും. ജോമെട്രിക് മീനിൻ്റെ ഫോർമുല ജോമെട്രിക് മീൻ ഇസ് ഈക്വൽ ടു ആൻറ്റി ലോഗ് ഓഫ് സമ്മേഷൻ ലോഗ് xi by n in row data. In discrete series geometric mean is anti log of summation fi log xi divided by capital N. And in continuous series also geometric mean is equal to anti-log of summation fi log xi by capital N. Harmonic mean in the formula നോക്കാം. Harmonic mean is equal to n divided by summation 1 by x in row data. In discrete series harmonic mean is equal to capital N divided by summation f by x. In continuous series harmonic mean is equal to capital N divided by summation fi by xi, where xi's are mid values of the classes. ഇനി നമുക്ക് മീഡിയൻ്റെ ഫോർമുല നോക്കാം. മീഡിയൻ ഇസ് ദ സൈസ് ഓഫ് n plus 1 by 2th ഒബ്സർവേഷൻ ഇൻ റോ ഡാറ്റ. മീഡിയൻ ഇസ് ദ സൈസ് ഓഫ് ക്യാപിറ്റൽ n plus 1 by 2th ഒബ്സർവേഷൻ ഇൻ ഡിസ്ക്രീറ്റ് സീരീസ്. ആൻഡ് ഇൻ കണ്ടിന്യൂസ് സീരീസ് മീഡിയൻ ഇസ് ഈക്വൽ ടു l plus n by 2 minus m into c divided by f. മോഡിൻ്റെ ഫോർമുല നോക്കാം. ഇൻ റോ ഡാറ്റ മോഡ് ഇസ് ദ മോസ്റ്റ് ഫ്രീക്വൻറ്റ്ലി ഒക്കറിംഗ് ഒബ്സർവേഷൻ. In discrete series, mode is the observation having the highest frequency. In continuous series, mode is equal to L plus delta 1 divided by delta 1 plus delta 2 into C. ഇനി അവരുടെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് നോക്കാം. എംപെരിക്കൽ റിലേഷൻ ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ്. മീൻ മൈനസ് മോഡ് ഇസ് ഈക്വൽ ടു 3 times mean minus median. In the case of 2 observations, geometric mean square is equal to arithmetic mean into harmonic mean. Arithmetic mean, geometric mean and harmonic mean are called mathematical averages. Median is a positional average. Geometric mean is used to find the average of percentages and ratios. Harmonic mean is used to find the average of speeds.